വാർത്തയിലേക്ക്. തീയും പുകയും അണച്ചെങ്കിലും ജാഗ്രതയിലാണ് ബ്രഹ്മപുരം. വിഷപ്പുക പടർന്ന സ്ഥലങ്ങളിൽ ആരോഗ്യ സർവേ ഇന്നു മുതലാണ് നടക്കുക. തീപിടുത്തത്തെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷ കൗൺസിലർമാരെ സമരത്തിനിടെ പോലീസ് മർദ്ദിച്ചതിൽ കോർപ്പറേഷനിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ഏതാണ്ട് ദിവസങ്ങളോളം തന്നെ കൊച്ചി നഗരവാസികളെയും സമീപ ജില്ലകളെയും പോലെ ആശങ്കയുടെ മുൾമുന്നിലെത്തിയ ബ്രഹ്മപുരം മാലിന്യ നിലയത്തിലെ തീപിടുത്തത്തിന് പൂർണ്ണമായി ശമനം വന്നിരിക്കുന്നു. നമുക്കിപ്പോൾ കാണാം, രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തീകെടുത്തൽ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച JCBകൾ അടക്കമുള്ള ഉപകരണങ്ങൾ കൃത്യമായി തന്നെ വിശ്രമിച്ച് ഒരു വഴിയരികിൽ ഒതുക്കി നിൽക്കുന്ന കാഴ്ച. ഒപ്പം ഈ പ്രദേശത്ത് തമ്പടിച്ച് ഈ തീകെടുത്തൽ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, മറ്റ് സർക്കാർ വകുപ്പുകളിലെ വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ ഒരു വിശ്രമത്തിന്റെ ദിനത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്തായാലും വലിയ ആശങ്കയാണ് അവസാന ദിനങ്ങൾ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് സമ്മാനിച്ചത്. ഒപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രണ വിധേയമായത് ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. പക്ഷേ നിലവിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമായെങ്കിലും സ്മോൾഡറിംഗ് ഫയർ പ്രതിഭാസമായതിനാൽ ഒരുപക്ഷെ വീണ്ടും ചില ഇടങ്ങളിൽ തീപിടുത്തത്തിനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നേരത്തെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. എന്തായാലും തീപിടുത്തം ഉണ്ടായാലും 2 മണിക്കൂറിനുള്ളിൽ ഇവ പരിഹരിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. നമുക്കറിയാം, വലിയ ഒരു സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയാണ് ഈ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഒരുപക്ഷെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങളിൽ ഒന്ന് എന്നുകൂടി വേണമെങ്കിൽ ഈ ദൗത്യത്തെ വിശേഷിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. നമുക്കൊപ്പം ജില്ലാ ഫയർ ഓഫീസറുണ്ട്. സാർ, അങ്ങേറ്റം ഒരു ദുഷ്കരമായ ഒരു ദൗത്യം പൂർത്തിയാക്കിയാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ തോന്നുന്നു ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തത്? മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വളരെ സന്തോഷമുണ്ട്. കാരണം കേരളവും ഇന്ത്യയും ലോകം മൊത്തവും നോക്കിയിരുന്നൊരു സംഭവമായിരുന്നു ബ്രഹ്മപുരം ഫയർ എന്ന് പറഞ്ഞാൽ. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പുറംലോകം അറിയാത്ത രീതിയിലുള്ള ചില വിഷയം. കാരണം പുകയായതുകൊണ്ട് ആരും ഇത് നമ്മുടെ വർക്കുകൾ കവറേജ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് അത് പുക മാറിയപ്പോൾ മനസ്സിലായി നമ്മുടെ വർക്ക് എന്താണെന്നും. പിന്നീട് പലരും സംശയം പ്രകടിപ്പിക്കുന്നു, പല കോണിൽ നിന്നും ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം KSDMA, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മുൻകൈ എടുത്തുകൊണ്ട്, ബഹുമാനപ്പെട്ട കളക്ടർ മുൻകൈ എടുത്തുകൊണ്ട് അമേരിക്കയിലെ ഒരു പ്രധാനപ്പെട്ട ഫയർ ഓഫീസർ, ന്യൂയോർക്കിലെ ഫയർ ഓഫീസർ, അദ്ദേഹവുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി. റീജിയണൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും കൂടെ ആ മീറ്റിംഗ് പങ്കെടുത്തു. ഞങ്ങളുടെ ഇവിടുത്തെ സ്ട്രാറ്റജി അദ്ദേഹത്തിനോട് വിശദീകരിച്ചു കൊടുത്തു. അവസാനം അദ്ദേഹം പറഞ്ഞത് കേരള ഫയർഫോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പിന്നീട് പറയുന്നു, ഇത് പെട്ടെന്നൊന്നും അണയ്ക്കാൻ കഴിയുന്നൊരു സംഭവമല്ല, രീതിയല്ല, ഇതിന് ശേഷവും മോൾഡറിംഗ് ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അദ്ദേഹം പറയുന്ന സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് തീ അണയ്ക്കാൻ കഴിഞ്ഞു. അതുപോലെ മുംബൈയിലുണ്ടായ ഫയർ, ഇതുപോലെ സമാനമായ ഫയർ ഉണ്ടാകണമെങ്കിൽ 1 മാസത്തിലധികം അവർക്ക് ഫയർ ഫൈറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ 12 ദിവസം കൊണ്ട് അതിനേക്കാൾ വലിയ ഏരിയ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മുടെ വകുപ്പിന്റെയും നമ്മുടെ ജീവനക്കാരുടെയും ഒരു വലിയ വിജയം തന്നെയാണ്. നമുക്കിതൊരു പുതിയ ഒരു പാഠമാണ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് മറ്റുള്ളവർക്കൊരു മാതൃക കൂടിയാണ് ഈ ഒരു. അതിന് നമ്മളെ സഹായിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ ജീവനക്കാർ തന്നെയാണ്. അവർ ഓരോ കോണിലും ഓരോ സെക്ടറിലും പോയിരുന്ന് അവർ പുകയിലും ജനങ്ങളും മറ്റുള്ളവരും ഭയന്ന പുകയെ. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഓടി ഒളിക്കുന്നിടത്ത് അല്ലെങ്കിൽ പലായനം ചെയ്യുന്നിടത്തേക്ക് നമ്മളെത്തി അവരുടെ സേവകരായി മാറുന്ന ഒരു വകുപ്പാണ് നമ്മൾ. അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഏത് ദുർഘടമായ അവസ്ഥയിലും നമ്മൾ ചെയ്യുന്നുള്ളതിനൊരു തെളിവാണിത്. അപ്പോൾ എല്ലാ ക്രെഡിറ്റുകളും ഞങ്ങളുടെ അടിസ്ഥാന വർഗ്ഗങ്ങളായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർക്ക് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ യാതൊരു സാമ്പത്തിക ഇച്ഛയുമില്ലാതെ എത്തിച്ചേർന്ന സിവിൽ ഡിഫൻസ് വകുപ്പിന്റെ തന്നെ ഭാഗമാണ്. 2019 അത് രൂപീകരിച്ചത്. ഇത്രയും നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്ത് നമുക്ക് വകുപ്പിന്റെ ഭാഗമായ അവരുടെയും സേവനം എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സേനകളുടെ ഇടതടവില്ലാത്ത ഒരു വലിയ ഒരു പ്രവർത്തനമാണ്. ഇത്രയും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫയറാണ് കേരള ചരിത്രത്തിലെ, അതിനെ പ്രാപ്തമാക്കി. ഇപ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ഫയർ ഫൈറ്റിംഗ് ചെയ്ത് എല്ലാം ശാന്തമായെങ്കിലും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നിരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. 7 ക്രൂ ആണ്, 7 വാഹനങ്ങൾ, 35ഓളം ജീവനക്കാർ 2 ഷിഫ്റ്റായിട്ട് ഇവിടെ ഉണ്ടാകും. ഓഫീസർമാർ ചാർജ് ഉണ്ടാകും. ഞങ്ങൾ മോണിറ്റർ ചെയ്യും. മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി മീറ്റിംഗ് കൂടും വൈകുന്നേരങ്ങളിൽ.
അങ്ങനെ കുറച്ച് ദിവസം നമ്മൾ ഇതിനെ മോണിറ്റർ ചെയ്യാനായിട്ടുണ്ടാവും. അതിനുശേഷം ഒരു ഫിക്സഡ് ഫയർ ഇൻസ്റ്റലേഷൻ സ്ഥാപിക്കുന്നതിന് പ്രപ്പോസൽ നൽകുന്നുണ്ട്. അത് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജില്ലാ ഭരണകൂടം മുൻകൈ എടുത്തുകൊണ്ട് അത് ഇവിടെ ഉണ്ടായിരിക്കും. ഇനിയൊരു ബ്രഹ്മപുരം ആവർത്തിക്കില്ല, ഉറപ്പാണ് ആവർത്തിക്കില്ല. എന്തായാലും ഐതിഹാസികമായ ഒരു ദൗത്യമാണ് ഇവർ പൂർത്തിയാക്കിയത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രഹ്മപുരത്തെത്തിയ നമുക്കറിയാം ഇവിടുത്തെ സാഹചര്യം എത്രമാത്രം പുക കൊണ്ട് കലുഷിതമായിരുന്നു ഈ അന്തരീക്ഷം, എത്രമാത്രം രാസവസ്തുക്കൾ നിറഞ്ഞ ഇടമായിരുന്നു ഇവിടം. ഇതിനും മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ തങ്ങളുടെ കൃത്യം നിർവഹിച്ചത്. എന്തായാലും അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായ ജാഗ്രത ഇവിടെ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറുവശത്ത് രാഷ്ട്രീയ വിവാദങ്ങളും ഈ പ്ലാന്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളുമൊക്കെ പുരോഗമിക്കുമ്പോഴും അതൊന്നും ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, കോടതി ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. നേരത്തെ സ്വമേധയാ പരിഗണിച്ച കേസാണ്. ആ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഈ ബ്രഹ്മപുരത്ത് മാലിന്യ സംസ്കരണത്തിനായി മാത്രം എത്രമാത്രം തുക വിനിയോഗിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുമായി ബന്ധപ്പെട്ട കരാർ വിശദാംശങ്ങൾ ഇവയൊക്കെ വിശദമാക്കണമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തീയണഞ്ഞിരിക്കുന്നു. മറുവശത്ത് ഇതുമായുള്ള വാദപ്രതിവാദങ്ങളും എങ്ങനെ തീയുണ്ടായി എന്ന എന്റെ അന്വേഷണങ്ങളും എങ്ങനെ കാര്യക്ഷമമായി ഇനി ഈ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാം എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളുമാണ് പുരോഗമിക്കുന്നത്. ബ്രഹ്മപുരത്ത് നിന്ന് അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ന്യൂസ് റൂം ലൈവ് ഇനിയൊരു ഇടവേളയിലേക്ക്.